പ്രകാശേട്ടാ, ഒരു വണ്ടി വിളിക്ക്. വേണ്ട, ഇത് അസുഖമൊന്നുമല്ല മോളെ, കയ്യിലിരിപ്പിന്റെ. ഇവൻ മദ്യപിച്ചിട്ടുണ്ട്. സോറി മനോജ്, നീ ഇത് എന്ത് ഭാവിച്ച? വീണ്ടും തുടങ്ങിയോ കുടി? വേണ്ട, ഇപ്പൊ ആരും ചോദിക്കാൻ നിൽക്കണ്ട. ചോദിച്ചാലേ ഇവനൊന്നും മനസ്സിലാവില്ല. ആദ്യം ഇവന് ബോധം തെളിയട്ടെ, പിന്നീടാകാം അതൊക്കെ. പ്രകാശ, ഈ അലവനാഥയെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്ത്. വാടാ, വാ. ഈശ്വര, ഇവനിതെന്തു ഭാവിച്ച? കുട്ടിക്കാലം അനാഥനായി ജീവിച്ചു. ആരുമില്ലാതെ സങ്കടങ്ങളുടെ കൂന കൂട്ടി വളർന്നപ്പോ ഒരു നാൾ ഒരു അതിഥി വന്നു. വളരെ മനോഹരമായി എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു അതിഥി. പിന്നെ അവളിലൂടെ ആയിരുന്നു ഞാൻ ലോകത്തെ കണ്ടത്. അവളായിരുന്നു എന്റെ എല്ലാം, എന്റെ പുണ്യം. വളർന്നു വന്ന സാഹചര്യങ്ങളുടെ കുറവ് കൊണ്ടാവാം അവളെ ചേർത്ത് പിടിക്കാനായില്ല. ഒരുപക്ഷെ ഒരുപാട് ചേർത്ത് പിടിച്ചത് അവൾക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ടാവാം. എന്തിനാ പഴയതൊക്കെ ഓർക്കുന്നേ? അതെല്ലാം കഴിഞ്ഞല്ലേ. പക്ഷേ എന്റെ സ്വത്തും പണവും മനസ്സും സർവസ്വവും നിനക്ക് എഴുതി തരാം. പകരം ആ മനസ്സ് മാത്രം, അത് മാത്രം വേണം എനിക്ക്. ഒരു പെണ്ണിന്റെ മനസ്സ് പണവും സ്വത്തും കൊണ്ട് വാങ്ങിയിട്ടില്ല ആരും. എത്ര കാലം മുന്നോട്ട് പോയാലും കഴുത്തിൽ താലി കോർത്തിട്ട പുരുഷന് പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവും. മതി, അത് മതി, അത് മാത്രം മതി എനിക്ക്. ഒറ്റപ്പെടല് ഇനിയും സഹിക്കാനാവില്ല എനിക്ക്. ഒറ്റപ്പെടൽ ആരും ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നതാ പലപ്പോഴും. ഇങ്ങനെ മദ്യപിച്ച് കൂത്താടാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയാനുള്ളത്. അപ്പോ ഇന്റർവ്യൂവിനൊന്നും പോയതല്ല, രാവിലെ എന്റെ കയ്യിലിരുന്ന പൈസ വാങ്ങി നേരെ ബാറിലേക്ക് പോയതല്ലേ? ഞാൻ മണ്ടി. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. ഞാൻ ഇന്റർവ്യൂവിന് തന്നെ പോയത്. ആ ഇന്റർവ്യൂ ഞാൻ പാസ്സാകാൻ ചെയ്തു. എന്നിട്ട് പിന്നെന്താ? മനോജെ, ഈ ചതിയന പറഞ്ഞു പറ്റിക്കുന്നവൻ. നിന്നെ കാണുന്നത് പോലെ എനിക്ക് അറപ്പാ. പോരുത് നീ. വന്ദനേജി, അച്ഛാ, കഷ്ടം. വായതിനെക്കൊണ്ട് എഴുതി എന്നെ ഒന്ന് വിശ്വസിക്കുക. മധുവേട്ട, എന്താ മധുവേട്ട ഇങ്ങനെ? ഇത്രയും ടെൻഷൻ അടിക്കാൻ ഇവിടെ എന്തുണ്ടായി? ഇനി എന്തുണ്ടാകാൻ? മാധവേട്ട, മനോജ് കുറച്ച് മദ്യപിച്ച് വന്നതാണോ ഇത്രയും വലിയ കാര്യം? മാധവേട്ടൻ എന്താ ഇങ്ങനെ? അവൻ ചിലപ്പോ ഒരച്ഛനാകാൻ പോകുന്നത് ആഘോഷിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവന്റെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് ഒരു കമ്പനിക്ക് കൂടെ പോയതോ ആയിരിക്കും. ഇതൊന്നും ഒരിടത്ത് നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. നീ മനോജ് കാണിച്ചതിനെയൊക്കെ ന്യായീകരിക്കുകയാണോ? ഒരിക്കലും അല്ല. തെറ്റ് തന്നെയാ. പക്ഷേ അത് ഇത്ര പർവ്വതീകരിക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ചന്ദ്രു, പണം നഷ്ടപ്പെട്ടാ വീണ്ടും ഉണ്ടാക്കാം. കുടുംബബന്ധം നഷ്ടപ്പെട്ടാ പിന്നെ അത് നേടാനാകില്ല. ഒരു താളത്തിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ആ താളം മുറിഞ്ഞു പോയാ അതോടെ കുടുംബം തീർന്നു. ഭാര്യയും ഭർത്താവും ആവുമ്പോ പല കാര്യത്തിലും
വഴക്കും വക്കാണും ഒക്കെ ഉണ്ടായിന്ന് വരും. അതിൽ മറ്റുള്ളവരെ ഇടപെടാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്കിന് ഒരു രാത്രി വെളുക്കുന്ന ആയുസേ ഉണ്ടാവുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇല്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അമ്മ ആരും അറിയാതെ തന്ന പൈസ എടുത്താ ഞാൻ അവന് കൊടുത്തത്. എന്നിട്ടും അവൻ എന്നെ പറ്റിക്കുമായിരുന്നു വന്ദനേച്ചി. ഞാനൊരു മണ്ടി. ഒരുത്തി സമാധാനിപ്പിക്കാനിരിക്കുന്നു. ഇന്നത്തോടെ കുറുപ്പിന്റെ മോള് കൂടും കുടുക്കിയെടുത്തിറങ്ങുന്നു കരുതിയപ്പോ ഒരുത്തിയുടെ കൗൺസിലിങ്. ഒറ്റ ചവിട്ടിന് കൊല്ലണം രണ്ടെണ്ണത്തിന്. എന്ത് സന്തോഷമായിട്ട് പോവായിരുന്നു ചേച്ചി. അതിനിടയില് കരയരുത്. നീ ഇപ്പോ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന വിഷമം തോന്നും. അതുകൊണ്ട് ഈ കണ്ണൊക്കെ തുടച്ചു. ദേ, ഈ മുടിയൊക്കെ ഇപ്പൊ സൂക്ഷിച്ചാ തഴച്ചു വളരും. അതിന് ഇടയ്ക്കിടയ്ക്ക് നല്ല മസാജ് ചെയ്ത് കൊടുക്കണം. മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ ഈ മുടിയൊന്നും ഇങ്ങനെ ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ മസാജ് ചെയ്ത് തരാം.